പരിശുദ്ധൻ്റെ കബറിടത്തിൽ ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും ദൈവം നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതന പ്രഭാഷകനായ ബിവന്യ തിരുമേനിയുടെ സാന്നിധ്യം എന്നെ ഭയപ്പെടുത്തുന്നു എങ്കിലും ദൈവം തന്ന അതുല്യമായ അവസരമാണ് ഇതെന്ന് ചിന്തിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമല തിരുമേനിയെ പറ്റി ഓർക്കുമ്പോൾ ഒറ്റ വാചകത്തിൽ നിസ്സംശയം ഇങ്ങനെ പറയുവാൻ കഴിയും: പരമല തിരുമേനിയെ കണ്ട മലങ്കര സഭ, മനുഷ്യ സമൂഹം ക്രിസ്തുവിനെ കണ്ടു. തൻ്റെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും കുറിപ്പുകളിലൂടെയും ഇടപെടലുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും ലോകത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് ദൈവത്തെ കാണിച്ചു കൊടുത്ത പുണ്യാത്മാവ്. മലങ്കര സഭ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി എന്താണ്? നമുക്കിതിങ്ങനെ പറയുവാൻ കഴിയും: പരിശുദ്ധ പരമല തിരുമേനിയെ പോലുള്ളൊരു പുണ്യവാൻ ഈ മലങ്കര സഭയിൽ പിന്നീട് പിറന്നില്ല എന്നുള്ളതാണ്. പരിശുദ്ധ പിതാക്കന്മാരും ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരും കാലത്തിൻ്റെ ഭാഗമായി ഈ സഭയിൽ പിറന്നു കാണും. പക്ഷേ പരിശുദ്ധ പരമല തിരുമേനിയെ പോലുള്ള പുണ്യവാന്മാർ ഈ സഭയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തിരുനാളിൽ, ഈ പെരുന്നാളിൽ, ഈ കബറിടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പരമല തിരുമേനി നമ്മളിലുള്ള സാധ്യതകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ജീവിത വിശുദ്ധിയും ദൈവനിയോഗവും മനസ്സിലാക്കി അതിനനുസരിച്ച് വളരുവാൻ, ഉയരുവാൻ കഴിയുന്നെങ്കിൽ ഈ പെരുന്നാളിനോട് നാം നീതി പുലർത്തിയിരിക്കുകയാണ്. പരിശുദ്ധ പരമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് കാവലായി തീരട്ടെ. അങ്ങനെയുള്ള അനുഭവങ്ങൾക്കൊരു നന്ദി കുറിക്കുവാൻ ഈ കൂട്ടായ്മകൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പനിമിഷം ചില വേദപുസ്തക ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അവതരണത്തിനായിട്ട് ഒരു സംഭവം ആമുഖമായി പങ്കുവയ്ക്കുന്നു. മാത്രമാണ് തനിക്ക് താല്പര്യമെന്ന് പറഞ്ഞപ്പോൾ ഏറെ പ്രയാസപ്പെട്ടിട്ടും വലിയ തുക ക്യാപിറ്റേഷൻ കൊടുത്ത് പ്രശസ്തമായ ഒരു മെഡിക്കൽ കോളേജിൽ MBBS അയച്ചു. പഠനത്തിൻ്റെ കാലയളവിലെല്ലാം യഥാസമയം അവധിക്ക് വീട്ടിൽ ഓടിയെത്തുന്ന മകൻ പിന്നീട് വരാതെയായി. ഏറെ ഭാരപ്പെട്ട മാതാപിതാക്കൾ അന്വേഷിച്ച് മകനെ കണ്ടുപിടിക്കുന്നു. ഏറെ വേദനയോടെ എന്തേ നീ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചതിന് മുഖത്തടിച്ചതുപോലെ മറുപടി നൽകി: എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, നിങ്ങൾ ആരാ ചോദിക്കാൻ. മകൻ മാത്രം ഏക ആശ്രയമായിരുന്ന മാതാപിതാക്കളുടെ ചങ്ക് തകർന്നുപോയി. തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ, ഏതാണ്ട് 1/2 കോടിയിലധികം മകൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ചെലവഴിച്ച മാതാപിതാക്കൾ ഗദ്ഗദത്തോട് പറഞ്ഞു: മകനെ സ്നേഹിച്ചതും അവനു വേണ്ടി ജീവിച്ചതും ഒക്കെ പാഴായിപ്പോയി. എന്തേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നു? മക്കളെ സ്നേഹിച്ചതും അവർക്ക് വേണ്ടി ജീവിച്ചതുമൊക്കെ പാഴായിപ്പോയി എന്ന് പറയുന്ന മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിരളമല്ലാതായി മാറുന്നു. ഞാൻ വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 27 മുതലുള്ള ഭാഗം യേശുതമ്പുരാന്റെ ലളിതസുന്ദരമായ ഒരു ഉപമയാണ്. യേശുതമ്പുരാൻ പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെ: നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. അവൻ ഒന്നാമനോട് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറയുന്നു. പോകാം മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അനുദപിച്ചു പോകുന്നു. രണ്ടാമനോട് പോക എന്ന് പറയുമ്പോൾ പോകാമെന്ന് ആശ്വാസവാക്കുകൾ അപ്പന് കൊടുത്തിട്ട് അവൻ പോകാതെ ഇരിക്കുന്നു. യേശുതമ്പുരാൻ യഹൂദന്മാരോട് ചോദിക്കുന്നു: ഇതിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത്? ഒരേ ശബ്ദത്തിൽ അവർ പറയുന്നു: ഒന്നാമനെന്ന്. യേശുതമ്പുരാൻ അവരോട് പറയുന്നു:
സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് മുൻപേ ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യം അവകാശമാക്കും. ആഴമായ വേദശാസ്ത്ര ചിന്തകളുള്ള ഒരു ഭാഗമാണിത്. ഞാൻ അതിൻ്റെ വേദശാസ്ത്ര തലങ്ങൾ പങ്കുവയ്ക്കുവാൻ ആളല്ല. എന്നാൽ ചില ലളിത ചിന്തകൾ കുടുംബ പശ്ചാത്തലത്തിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ പറ്റി. എന്താണ് പ്രത്യക്ഷത്തിൽ നാം ഈ ഉപമയിൽ കാണുന്നത്? ഒരപ്പൻ, 2 മക്കൾ. സന്തോഷത്തോട് ജീവിക്കാൻ, അല്ലല്ലാതെ ജീവിക്കാൻ ആവോളവുമുണ്ട്. ഒരു കൊച്ചു കുടുംബം, എല്ലാം ഭംഗിയായി പോകുന്നു. പക്ഷേ പെട്ടെന്ന് തകിടം മറിയുകയാണ്. 2-3 സെക്കൻഡുകൾ കൊണ്ട് എല്ലാം താറുമാറാകുകയാണ്. ഏറെ പ്രതീക്ഷയോട് അപ്പൻ മക്കളെ വിളിച്ച് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. തമ്മിൽ ഭേദം ഒന്നാമൻ എന്ന് പറഞ്ഞാലും 2 പേരും ഈ അപ്പനെ വിഷമിപ്പിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടാണ് മക്കളെ നോക്കിയത്. കാരണം ഇതുവരെയും മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ അപ്പൻ അവരോട് ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഒരുപക്ഷെ ഇന്ന് ശരീരത്തിന് ക്ഷീണം വർദ്ധിച്ചു കാണും, വാർദ്ധക്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബാധിച്ചു കാണും. അതുകൊണ്ട് ഇനിയും തൻ്റെ മക്കൾ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രതീക്ഷയോട് മക്കളോട് പറയുകയാണ്. ഉപമ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരമ്മയുടെ സാന്നിധ്യം പോലുമില്ല. അങ്ങനെയെങ്കിൽ അമ്മ പോലുമില്ലാതെ ഏറെ കഷ്ടപ്പെട്ട് വളർത്തി തൻ്റെ ജീവിതത്തിൽ ശരീരത്തിന് ക്ഷീണം വർദ്ധിച്ചപ്പോൾ, വാർദ്ധക്യം തന്നെ ബാധിച്ചപ്പോൾ പ്രതീക്ഷയോട് മക്കളെ നോക്കിയപ്പോൾ 2 മക്കളും ഈ അപ്പനെ വിഷമിപ്പിക്കുന്നു. എന്ത് ഈ മക്കൾ ഇങ്ങനെയാകുന്നു? ഇന്ന് പല കുടുംബത്തിൻ്റെയും പ്രശ്നം സാമ്പത്തിക ക്ലേശമോ രോഗങ്ങളോ അല്ല, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ തലത്തിൽ നമുക്ക് ഈ ഉപമയിൽ ചില ചിന്തകൾ നമുക്ക് കാണാം. എന്തേ ഈ മക്കൾക്ക് എന്തു പറ്റി? എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയാകുന്നു? 127 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. നമ്മുടെ മക്കൾ ലക്ഷ്യത്തിലെത്തുന്നുണ്ടോ, അതോ ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നവരാണോ? എന്താ ഈ മക്കൾക്ക് പറ്റിയത്? ഉപമയുടെ പശ്ചാത്തലത്തിൽ ചില നിഗമനങ്ങൾ നിരത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇവർക്ക് പറ്റിയത്? ഒന്ന്, ഞാൻ ചിന്തിക്കുന്നു, ഈ മക്കൾ ധൂർത്തരായിരിക്കണം. നിങ്ങൾക്കറിയാം, പലസ്തീനിൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ സാധാരണക്കാരനല്ല. അവൻ ജന്മിയായിരിക്കണം, ഭൂവുടമയായിരിക്കണം. അവിടെ സാധാരണക്കാരെന്ന് പറയുന്നത് മുഖുവന്മാരാണ്, ആട്ടിടയന്മാരാണ്, കരകൗശലപ്പണിക്കാരാണ്. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന്റെ പിതാവ് ആവോളം സമ്പത്തുള്ള ഒരു ജന്മിയ ഭൂസ്വത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ പണം കണ്ടു വളർന്നവരാണ്. ആർഭാടവും ധൂർത്തും അതുകൊണ്ട് തന്നെ മുഖമുദ്രയാക്കാൻ സാധ്യതയുള്ളവർ, പണത്തിന്റെ വിലയേറിയാതിരിക്കുന്നവർ. ഈ കുഞ്ഞുങ്ങളോടാണ് അപ്പൻ പറയുന്നത് മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ. ഈ 2 കുഞ്ഞുങ്ങളും അപ്പനെ കരയിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പണത്തിന്റെ വിലയേറിയാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കരയിപ്പിക്കും. ഇന്ന് പല മാതാപിതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വിഷമവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയിച്ചിട്ടില്ല. അവന് വേണ്ടതൊക്കെ യഥാസമയം കൊടുത്തിട്ടുണ്ട്. വാഹനം വേണമോ, വസ്ത്രം വേണമോ, എവിടെ പഠിക്കാൻ പോകണമോ അവിടെ എല്ലാം ഞങ്ങൾ അയക്കും. എല്ലാ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂട്ടു നിൽക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന പല മാതാപിതാക്കളും പറയുന്നുണ്ട്, ഏറെ കഷ്ടപ്പെട്ട് ഇവിടെ ജോലി ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അവർക്കൊരു വിഷമവും ഉണ്ടാകരുതെന്ന് കരുതി എല്ലാ മാസവും വേണ്ടതെല്ലാം അയച്ചു കൊടുക്കും. പക്ഷേ ആ മക്കളാ ഞങ്ങളെ കരയിപ്പിക്കുന്നത്. മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ എല്ലാം മക്കൾക്കായിട്ട് നൽകുന്നു. ഈ മക്കൾ മാതാപിതാക്കളെ കരയിപ്പിക്കുന്നു. ഓർക്കണം, ആർഭാടവും ധൂർത്തും മുഖമുദ്രയാക്കിയ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കരയിപ്പിക്കും. പണത്തിന്റെ വില അറിഞ്ഞ് മക്കൾ വളരണം. അവർ ചോദിക്കുന്നത് എന്തും കൊടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ കരയിപ്പിക്കും. കുറച്ച് നാളുകൾക്ക് മുൻപ് നാം ഏറെ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. ബാംഗ്ലൂരിൽ 94% മാർക്ക് മേടിച്ച വിഷ്ണുനാഥ്.
പഠനശേഷം ജോലിക്ക് പോയി ഇല്ല, അവൻ ഒരെട്ടംഗ കൊട്ടേഷൻ സംഘത്തെ ഉണ്ടാക്കിയിട്ട് ഹരിപ്രസാദ് എന്നൊരാളെ കൊലപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ ശത്രുക്കളിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി. തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച വേളയിൽ പോലീസ് പിടിയിലായ 8 അംഗ സംഘവും കൗമാരപ്രായക്കാർ. വിഷ്ണുനാഥിന്റെ മാതാപിതാക്കൾ ഏറെ വേദനിച്ചു. അവർ പലരോടും പറഞ്ഞു, എന്തേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാൻ? അവൻ വേണ്ടതെല്ലാം ഞങ്ങൾ അവന് കൊടുത്തിട്ടില്ലേ? ചോദിച്ചപ്പോഴൊക്കെ എല്ലാം ഞങ്ങൾ അവന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പണത്തിന് വേണ്ടി ഇത്ര ഹീനമായ മാർഗം അവൻ എന്തിനു ചെയ്തു? ഓർക്കണം, അവൻ ചോദിക്കുന്നതനുസരിച്ച് പണം നൽകിയ, പണത്തിന്റെ വില അറിയാതെ മക്കളെ വളർത്തിയ ഈ മക്കൾ നമ്മെ കരയിപ്പിക്കും. കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്ന ഒരു ബോക്സ് കോളം വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കാം. ബാങ്ക് കൊള്ള, ആർഭാട ജീവിതത്തിന് പണമുണ്ടാക്കാൻ കേരളത്തിലെ 5 നസ്രാണി പിള്ളാർ ചിറക്കടവിലെ കാത്തലിക് സിറിയൻ ബാങ്ക് കൊള്ള ചെയ്തു. അതിൽ കെവിൻ അവന്റെ അപ്പന്റെ കാറെടുത്താണ് മോഷണം നടത്തിയത്. പണമില്ലാഞ്ഞിട്ടല്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ബാങ്ക് കൊള്ള. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മെ കരയിപ്പിക്കും, മാതാപിതാക്കളെ കരയിപ്പിക്കും. തിരുവല്ലയിലെ കരിക്കൻ വില്ല കൊലക്കേസ് നിങ്ങൾക്കറിയാം. സ്വന്തം മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ച ദമ്പതികളെയാണ് റിനി ജോർജ് കിരാതമായി കൊലപ്പെടുത്തിയത്. എവിടെ വെച്ചോ ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ആർഭാടവും ധൂർത്തും മദ്യപാനവുമാ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെ തുടങ്ങുന്നു? ആർഭാടവും ധൂർത്തും മുഖമുദ്രയാക്കിയ നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം. പണത്തിന്റെ വില അറിഞ്ഞ് തലമുറ വളരണം. പണത്തിന്റെ വില അറിയാതെ തലമുറയെ വളർത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അവർ നമ്മെ കരയിപ്പിക്കും. മൾട്ടിനാഷണൽ കമ്പനികളുടെ പാനീയങ്ങളുടെയൊക്കെ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? യൂസ് ഇറ്റ് ആൻഡ് ത്രോ അവേ, ഉപയോഗിക്കുക, വലിച്ചെറിയുക. ഒന്നിൻ്റെയും വില ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയുകയില്ല. അങ്ങനെയുള്ളവർ സ്വയം വില പോലും കളഞ്ഞു കുളിക്കും. എന്താണ് ഇവർക്ക് പറ്റിയ കുഴപ്പം? ധൂർത്ത്, പണത്തിന്റെ വില അറിയത്തില്ല. അതാണ് ഇവർക്ക് പറ്റിയ ഒന്നാം കുഴപ്പം. 2, ഈ ഭാഗം നാം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഒരാലസ്യം ഈ മക്കളെ ബാധിച്ചിരിക്കുന്നു. ഇത് ആരുടെ മുന്തിരിത്തോട്ടമാ? അപ്പന്റെ മുന്തിരിത്തോട്ടമാ. അപ്പന്റെ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ അത് ആരുടേതാ? അത് ഈ 2 മക്കളുടേതുമാ. ഏതാണ്ട് വാർദ്ധക്യത്തിലായിരിക്കുന്നു ഈ പിതാവ്. അങ്ങനെങ്കിൽ ഇത് ഈ മക്കളുടെ തന്നെയാണ്. അപ്പൻ പറഞ്ഞില്ലെങ്കിൽ പോലും അവർ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യേണ്ടവരാണ്. എന്നാൽ പറഞ്ഞിട്ടും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു വിരോധാഭാസമായിട്ട് നിൽക്കുന്നത്. ഒരാലസ്യം ബാധിച്ചിരിക്കുന്നു. ചെയ്യേണ്ടതൊന്നും ചെയ്യുന്നില്ല, ചെയ്യരുതാത്തത് ചെയ്യാൻ ഏറെ ഇഷ്ടവുമാണ്. ഇന്ന് നമ്മുടെ തലമുറകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ബാധിച്ചിരിക്കുന്നത് ഒരാലസ്യമാണ്. അലേർട്ടാകുന്നില്ല, ഒരു ചുറുചുറുക്കില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതാണ് ചുറുചുറുക്ക്. എന്തൊക്കെയോ ആലസ്യം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യന് കൊടുത്ത കഴിവിൻ്റെ 10% പോലും മനുഷ്യൻ ഉപയോഗിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ അലസമായി ഏറെ സമയം കളയുകയാണ്. ഏതാണ്ട് 6 മണിക്കൂർ ദിവസം ദൃശ്യമാധ്യമങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരാ മലയാളി. പ്രത്യേകിച്ച് വിഡ്ഢിപ്പെട്ടിയുടെ മുൻപിൽ അലസമായി ഏറെ സമയം കളയുകയാണ്. ദൈവം തന്ന താലന്തുകളെ, കഴിവുകളെ ചെയ്യേണ്ടത് എന്ത് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. ആലസ്യം കൊണ്ട് പല കുടുംബങ്ങളും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെങ്കിൽ നാം ഒന്ന് തിരിച്ചറിയണം ചെയ്യേണ്ടത് എന്ത് എന്നുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് എക്സാമിന്റെ സമയമൊക്കെ ആകുമ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് പരീക്ഷ, ഉടനെ അവർ നൽകുന്ന മറുപടി കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ഉഴപ്പിന്റെ ലക്ഷണമാണ്. കിടന്ന് പഠിക്കുക, കിടന്ന് കഴിക്കുക, കിടന്ന് കാണുക, ജന്മത്തവരൊന്നും രക്ഷപ്പെടത്തില്ല. എന്തൊക്കെയോ ആലസ്യം എവിടെയൊക്കെയോ നമ്മുടെ തലമുറകളെ ഗ്രസിച്ചിരിക്കുന്നു. ബീതോവൻ പിയാനോ ആർട്ടിസ്റ്റാണ്. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എത്ര സുന്ദരമായി നീ പിയാനോ വായിക്കുന്നു, എനിക്കതൊന്ന് പഠിക്കണം. ബീതോവൻ പറഞ്ഞു, നിസ്സാര കാര്യമാണ്. ഒരു ദിവസം 18 മണിക്കൂർ വെച്ച് 18 വർഷം കഷ്ടപ്പെട്ടാൽ മതി. ജീവിതത്തിൽ എളുപ്പം
ജീവിക്കാനൊക്കത്തില്ല. അതിന് പരിശ്രമം കൂടിയേ തീരൂ, ആലസ്യം കളഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ജീവിതത്തിൽ സ്വയം നാം ഒന്ന് തിരിച്ചറിയണം. ചുറുചുറുക്കോടെ ഉത്സാഹത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ചെയ്യണം. ദൈവം തന്ന താലന്തിനെ കളഞ്ഞു വിളിക്കരുത്. പുരാണത്തിൽ ഹിരണ്യധനുസിന്റെ മകൻ ഏകലവ്യനുണ്ട്. അസ്ത്രവിദ്യയിൽ ആകൃഷ്ടനായ ഈ ചെറുപ്പക്കാരൻ ദ്രോണാചാര്യരുടെ മുൻപിൽ വണങ്ങി പറയുന്നു, ഗുരു, എന്നെയും അസ്ത്രവിദ്യ പഠിപ്പിക്കണം. കീജാതിയ, നിന്നെ അതിന് പറ്റുകയില്ല. ഹിരണ്യധനുസിന്റെ മകൻ ഏകലവ്യൻ പിന്നോട്ട് മാറിയില്ല. അയാൾ ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി അതിനെ നമിച്ചിട്ട് അസ്ത്രവിദ്യ സ്വയം പഠിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പാണ്ഡവരെക്കാൾ അസ്ത്രവിദ്യയിൽ നിപുണനാകുന്നു. നാം വിചാരിച്ചാൽ ആർജിക്കാത്തത് എന്താണ്? പക്ഷേ എവിടെയോ ഒരാലസ്യം നമ്മുടെ തലമുറകൾക്ക് വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, സക്സസ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ഗ്രേസ്, ലക്ക് ആൻഡ് സിസ്റ്റമാറ്റിക് ഹാർഡ് വർക്ക്. ജീവിതം എവിടെയാണ് വിജയിക്കുന്നത്? അവിടെ ദൈവം വേണം. ദൈവമുണ്ടെങ്കിൽ ഉറപ്പാ ദൈവകൃപ കൂടെ കാണും. അതോടൊപ്പം ചിട്ടയായ കഠിനാധ്വാനം. എവിടെയോ കഠിനാധ്വാനം അന്യം നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ തലമുറകളുടെ ശാപമായി മാറിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരനായ അബ്ദുൽ കലാം ഒരു ന്യൂസ് പേപ്പർ ബോയി ആയിരുന്നു. അതിൽ നിന്നാണ് പ്രഥമ പൗരനായി വളർന്നു വന്നത് എന്ന് അറിയുമ്പോൾ ഒരാളുടെ പരിശ്രമം അയാളെ എത്രമാത്രം പാരമ്യതയിലേക്ക് ഉയർത്തും എന്ന് നാം തിരിച്ചറിയണം. എന്താ ഈ മക്കൾക്ക് പറ്റിയത്? അവർ ചെയ്യേണ്ടതാണ്, നിർബന്ധമായും അവർ ചെയ്തിരിക്കേണ്ടതിൽ നിന്ന് അവർ പിന്നോട്ട് മാറുന്നു. അവരുടേതെന്നവർ തിരിച്ചറിയാതെ ആലസ്യത്തിൽ കഴിയുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ കരയിപ്പിക്കും. 3, ഇവർക്ക് പറ്റിയ മൂന്നാം കുഴപ്പം എന്താണ്? സുതാര്യത ലെവലേശമില്ല. അപ്പൻ്റെ അടുക്കൽ എന്തു പറഞ്ഞു അതിൻ്റെ നേർ വിപരീതമാണ് ഇവർ ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന കുഴപ്പമാണ്. നമ്മുടെ മുൻപിൽ നല്ല കുഞ്ഞുങ്ങളാ, നല്ല പിള്ളകളാ. നമ്മളൊക്കെ പറയും, എൻ്റെ കൈവെള്ളയിൽ എൻ്റെ കുഞ്ഞുണ്ട്, അവൻ വായിക്കുന്ന പുസ്തകം എനിക്കറിയാം, അവൻ നോക്കുന്ന ഇന്റർനെറ്റ് സൈറ്റുകൾ എനിക്കറിയാം, പള്ളിയിൽ അവൻ മുൻപന്തിയില്ല, വീട്ടിൽ ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കും. ശരിയാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ പലപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പറയുന്നത് മാത്രമല്ല, അവൻ ഇടപെടുന്ന ബന്ധങ്ങൾ എങ്ങനെയുള്ളതെന്ന് ചിന്തിക്കുന്നുണ്ടോ? അവൻ പോകുന്ന സമൂഹത്തിന്റെ ഘടന എങ്ങനെയെന്തെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ മുൻപിൽ നല്ല പിള്ളകളാണ്, പക്ഷേ അതിൻ്റെ ഒരു ബാക്കി പത്രം കൂടെ നാം കാണണം. അവരെ ഏറെ ശ്രദ്ധിക്കണം. നാം പറയും, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ പറ്റി എനിക്ക് നല്ല വിചാരമുണ്ട്, അവൻ എവിടെ കാണുമെന്ന്. വിചാരം മാത്രം പോരാ, ബോധ്യമുണ്ടാകണം. ഇന്ന് നല്ല പിള്ളകളായി ചമയുന്ന പല കുഞ്ഞുങ്ങളുമാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ കൈവിട്ടു പോകുന്നത്. എത്രയോ മാതാപിതാക്കൾ അങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടുള്ളവനാ, ഞങ്ങൾ പോകുന്നിടത്തേ പോകത്തുള്ളൂ, അവനെ മുഴുവൻ ഞങ്ങൾക്കറിയാം, എന്നിട്ടും അവൻ ഞങ്ങളുടെ ഈ വിരലിനിടയ്ക്കൂടെ പോയി. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? സുതാര്യത ലെവലേശം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കില്ല. പണ്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറകൾ അപ്പൻ്റെ മുൻപിൽ നിൽക്കുമ്പം പേടിയ. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പനം നോക്കിയാൽ മതി, വിറയ്ക്കും, അതുപോലെ തന്നെ പറയും, ഉള്ളതെല്ലാം പറയും. പക്ഷെ ഇന്നോ തോക്കെടുത്ത് കാണിച്ചാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ളു തുറക്കുമോ? നമ്മുടെ മുൻപിൽ അവരല്ല വിറയ്ക്കുന്നത്, അവരുടെ മുൻപിൽ പലപ്പോഴും നമ്മൾ വിറച്ചു നിൽക്കേണ്ട ഗതികേടുണ്ടാകും. വനിതയ്ക്കകത്ത് വന്നൊരു ഷോക്കിംഗ് റിപ്പോർട്ട് നമ്മെ നടുക്കട്ടെ. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന് ഉണ്ടായ സംഭവമാണ് ആദ്യം അതിൽ കുറിച്ചിട്ടിരിക്കുന്നത്. തിരുവിതാംകൂറിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു അമ്മ മകളെ പഠനത്തിനായിട്ട് യാത്രയക്കുകയാണ്. മകളോട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. കൃത്യസമയത്ത് പഠിക്കണം, രാവിലെ എഴുന്നേൽക്കണം, പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണം, വീട്ടിലെ കാര്യമെല്ലാം നിനക്കറിയാമല്ലോ, ബാഗിൽ നിനക്ക് വേണ്ടതെല്ലാം വെച്ചിട്ടുണ്ട്, അച്ചാറുണ്ട്, സമ്മന്തിപ്പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. അമ്മ വിങ്ങി കരയുക, കുഞ്ഞതിനേക്കാൾ കരയുന്നു. ട്രെയിൻ വന്നു നിന്നു, അവൾ ട്രെയിനകത്തേക്ക് കയറി. അമ്മയുടെ കരച്ചിൽ ഉച്ചസ്ഥായിയിലായി. പിന്നീട് മകളുടെ കരച്ചിൽ എവിടെ പോയി എന്നും ട്രെയിനകത്ത് ഉള്ള സഹവിദ്യാർത്ഥികളോടൊപ്പം അവൾ എന്തൊക്കെ ചെയ്തുവെന്നും പച്ചയായിട്ട് എനിക്ക് വിവരിക്കാനേ വയ്യ
എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥൻ കുറിച്ചിട്ടിരിക്കുന്നു. നമ്മുടെ മുൻപിൽ നല്ല പിള്ളകളാണ്, പക്ഷേ എപ്പോഴൊക്കെയോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചില അപാകതകൾ വന്നു കൂടുന്നുണ്ട്. പുറമേ നല്ല പിള്ളകൾ, അങ്ങനെയുള്ളവരെയാ ഏറെ സൂക്ഷിക്കേണ്ടത്. കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ വന്ന ഒരു പരമ്പര നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളറിയാതെ ഓരോന്ന് വായിക്കുമ്പോഴും മക്കളുള്ള മാതാപിതാക്കളുടെ നെഞ്ചിടിക്കുകയാണ്. തൃശ്ശൂരിൽ നടന്ന ഒരു സംഭവം. ഒരു സമ്പന്ന കുടുംബത്തിൽ ഇരട്ട കുഞ്ഞുങ്ങൾ, ഒരാണും ഒരു പെൺകുട്ടിയും, +1 പഠിക്കുകയാണ്. വീട്ടിൽ നിന്ന് കാറിൽ സ്കൂളിൽ കൊണ്ടുവിടും, തിരിച്ചതുപോലെ കൊണ്ടുവരും. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, മക്കൾ 2 ആഴ്ചയായിട്ട് സ്കൂളിൽ വരുന്നേയില്ല. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, നഗരത്തിനോരം മാറി ഒരു പഴയ കെട്ടിടത്തിൻ്റെ അടുക്കലേക്കാണ് ഈ സഹോദരനും സഹോദരിയും പോകുന്നത്. അവിടെ ഒരു മയക്കുമരുന്ന് സംഘമുണ്ട്, അവരോടൊപ്പം ചേർന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിൽ നല്ല പിള്ളകളാണ്, പക്ഷേ എന്തൊക്കെയോ പാളിച്ചകൾ, സുതാര്യതയില്ലായ്മ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ബാധിക്കുന്നുണ്ട്. എന്താണ് ഇവർക്ക് പറ്റിയത്? അപ്പൻ പറഞ്ഞത് ഇതിന് നേർ വിപരീതമാണ് ഇവർ ചെയ്യുന്നത്. പറഞ്ഞതിന് നേർ വിപരീതം ഇവർ പിതാവിൻ്റെ അടുക്കൽ ചെയ്യുന്നു. സുതാര്യത കൈമോശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഴപ്പം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മെ കരയിപ്പിക്കും. 4ാമതൊരു കാര്യം കൂടെയുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കുഴപ്പം എന്താണ്? ഇന്ന് കാണുന്ന ഈ മുന്തിരിത്തോട്ടം അപ്പന്റെ കഠിനാധ്വാനമാണ് എന്നുള്ളത് അവർ വിസ്മരിച്ചു. ഇന്ന് കായ്ച്ചു നിൽക്കുന്ന പഴുത്ത മുന്തിരിക്കുലകൾ നോക്കുമ്പോൾ ഇതൊരു നിമിഷം കൊണ്ട് പൊട്ടിയുണ്ടായതല്ല. ഈ ഊഷരഭൂമിയിൽ ചാലുകൾ കീറി വെള്ളമൊഴിച്ച് വളമേകി അത് വളർന്നു വരുമ്പോഴെല്ലാം വേണ്ടതെല്ലാം അതിന് നൽകി ഇത്രത്തോളവും ആക്കി ഫലദായകമാക്കിയ ഒരപ്പന്റെ അധ്വാനത്തിന്റെ കഥ അതിൻ്റെ പിന്നിലുണ്ട്. അത് ഈ കുഞ്ഞുങ്ങൾ വിസ്മരിച്ചു കാണും. അത് ഓർത്താൽ മാത്രം പോരെ, ഇവർ അവിടെ പോയി ജോലി ചെയ്യുകയില്ലേ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഒരു കുഴപ്പമാണിത്. അവരൊക്കെ ചിന്തിക്കുന്നു അവരുടെ മിടുക്കുകൊണ്ടാണ് ഇതെല്ലാമൊക്കെ ആയിരിക്കുന്നത് എന്ന്. പക്ഷേ നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കളെ അവർ വിസ്മരിക്കുന്നു. ഒരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ നമ്മൾ? ഇതിൻ്റെ പിന്നിൽ ഒരപ്പന്റെ കരുതലുണ്ട്, ഒരമ്മയുടെ കണ്ണുനീരുണ്ട്. കടമനിട്ട പറയുന്നത് പോലെ, മക്കളെ നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ഇതിൻ്റെ പിന്നിൽ സ്വന്തം സന്തോഷത്തെ മാറ്റിവെച്ച് നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളുടെ നിതാന്തമായ കരുതലുണ്ട്, കരുണയുണ്ട്. അതാണ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയത്. ഇന്ന് പല മക്കളും ഇത് വിസ്മരിക്കുകയാണ്. IT ഫീൽഡിലേക്കും മെഡിക്കൽ ഫീൽഡിലേക്കും പോയ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ആവോളം ശമ്പളം മേടിക്കുന്നുണ്ട്. 1.5 ലക്ഷവും 2 ലക്ഷവും 2.5 ലക്ഷവും യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ കുടിയേറിയ നമ്മുടെ പുത്തൻ തലമുറയ്ക്കുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ അധ്വാനത്തെ ഓർക്കുമോ? നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ മക്കളെ വിളിച്ചു പറയും, അപ്പ അമ്മ പെൻഷനായി മോനെ 5 ലക്ഷം 6 ലക്ഷം മുഴുവൻ നിന്റെ പേരിൽ ഇട്ടിട്ടുണ്ട്. പറഞ്ഞില്ലെങ്കിലും അവൻ്റെ ആത്മകഥം ഇതാ. അതാണോ വലിയ കാര്യം? 2 മാസം കൊണ്ട് ഞാനിത് ഉണ്ടാക്കുന്നുണ്ട്. നീ ഇന്ന് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നീയാക്കിയ നിന്റെ മാതാപിതാക്കളുടെ അധ്വാനത്തെ നീ ചിന്തിക്കുന്നുണ്ടോ? അത് വിസ്മരിച്ചാൽ നീ തകർന്നു പോകും, സംശയമൊന്നുമില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളല്ലേ മാതാപിതാക്കളെ കരയിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അക്ബർ ഹക്കീം പ്രസിദ്ധനായ ഒരു ക്രൈസ്തവ സുവിശേഷകനാണ്. ഒരിക്കൽ അദ്ദേഹം ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് വന്നു. ഡൽഹി എക്സിബിഷൻ സെന്റർ ഭാര്യയോടും കുഞ്ഞിനോടൊപ്പം കാണുകയാണ്. തിരക്കിൽപ്പെട്ട് എവിടെ വെച്ചോ കുഞ്ഞിനെ കാണാതെയായി. പലയിടത്തും അന്വേഷിച്ചു, കുഞ്ഞിനെ കണ്ടില്ല. ഏറെ വിഷമിച്ച ഈ ദമ്പതികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ ഇൻസ്പെക്ടറുടെ തൊട്ട് മുൻപിൽ ഒരു കസേരയിൽ ഇവരിയ്ക്കുന്നു. മാതാപിതാക്കളെ കണ്ടപ്പോഴത്തേക്ക് അവനെ എഴുന്നേറ്റു. എവിടെയോ ഒറ്റപ്പെട്ട് നിന്ന കുഞ്ഞിനെ പോലീസുകാർ കണ്ടെത്തി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കാര്യം ചോദിക്കുക. ആരുടെ മകനാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാതാപിതാക്കൾ വന്നത്. മാതാപിതാക്കളെ കണ്ടപ്പോഴത്തേക്ക് ഇവൻ എഴുന്നേറ്റ് അവരോട് പറഞ്ഞു, എന്ത് പണിയാ കാണിച്ചത്? എവിടെല്ലാം അന്വേഷിച്ചു? എവിടെങ്കിലും യാത്ര പോകുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ എവിടെ വന്നാലും എൻ്റെ കൂടെ കണ്ടോളൂ. പലപ്പോഴും ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ ചിന്ത ഇങ്ങനെയാണ്. അവരുടെ മിടുക്ക് കൊണ്ടും അവരുടെ കരുതൽ കൊണ്ടും
അവരുടെ കരുണ കൊണ്ടും അവരുടെ സഹാനുഭൂതി കൊണ്ടും മാത്രം ജീവിക്കുന്നവരാണ്, അങ്ങനെയുള്ളവരാകണം മാതാപിതാക്കൾ എന്നുള്ളൊരു ചിന്താഗതിയാണ്. ഇങ്ങനെയുള്ള മക്കൾ മാതാപിതാക്കളെ കരയിപ്പിക്കും. നൊമ്പരപ്പെടുന്ന വാർദ്ധക്യം എന്ന പരമ്പരയിൽ വടക്കൻ ജില്ലയിൽ ഒരു മുൻ കളക്ടർക്കുണ്ടായ സംഭവം. മുൻ കളക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാർദ്ധക്യകാലവും രാജാവിനെ പോലെ വാഴേണ്ടതാണ്. പക്ഷേ 84 വയസ്സുള്ള ഈ പടുവൃദ്ധനെ എന്തിനു മക്കൾക്ക്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലി വീടിന് കാവൽ നിൽക്കുകയാണ്, പേരക്കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുകയാണ്, പത്രം എടുത്തുകൊണ്ട് വരികയാണ്, പച്ചക്കറി മേടിച്ചു കൊണ്ടുവരികയാണ്. അതിലും അദ്ദേഹത്തിന് ഒരു വിഷമവുമില്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതല്ലേ എന്ന്. എന്നാൽ ഒരു ദിവസം മരുമകൾ പറഞ്ഞു, ഉമ്മറത്ത് പോലും ഇരിക്കരുത്. ചങ്ക് തകർന്നു പോയി. സ്നേഹഭാവത്തിൽ ഈ മനുഷ്യനെ മകനും മരുമകളും വിളിച്ച് കാറിൽ കൊണ്ടുപോവുകയാണ്. അറിയാതെ അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം കാറിന്റെ ഡിക്കിയിലും വെച്ചു ഒരു വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കി. അദ്ദേഹം പറയുക, മക്കളിലുള്ള വിശ്വാസം ചോർന്നു പോകുന്ന നിമിഷമായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഞാൻ ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ ചില കുടുംബ ചിന്തകൾ പറഞ്ഞത് ഇന്നത്തെ തലമുറ ചിന്തിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ അധ്വാനത്തെ പറ്റി വിസ്മരിച്ച് സ്വന്തം എടുക്കുകൊണ്ടാണ് ഇതെല്ലാം കരഗതമാക്കിയെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതുതന്നെ അവന് ശാപമാകും. ഇന്ന് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധേയമായൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്യാപ്ഷൻസ് തന്നെ എത്ര സുന്ദരമാണ്. ദൈവമേ, പതിരാകരുതേ ഈ കതിരുകൾ. ഒരു കർഷകന്റെ ആത്മകഥമാണ്. ഞാറുകൾ വളർന്ന് ഫലദായകമാകുമ്പോൾ ഒരിക്കലും അത് പതിരാകരുതേ, കതിരാകണം. ഏറെ സ്വപ്നത്തോടുള്ള കർഷകന്റെ ആത്മകഥമാണ്. ശരിക്കും മാതാപിതാക്കൾക്കും മക്കളെ പറ്റിയുള്ള ആത്മകഥം ഇതല്ലേ? എത്ര കഷ്ടപ്പെട്ടായി ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ദൈവമേ, ദൈവമേ, ഒരിക്കലും ഇവര് പതിരാകരുതേ, കതിരാകണം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 137 സങ്കീർത്തനം 127 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ, അവയെ കൊണ്ട് ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യത്തിലെത്തണമേ. അവരെ പ്രതി വേദനിക്കാനോ അവരെ പ്രതി ഭാരപ്പെടാനോ തളർന്നു പോകുവാനോ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങളുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ മുഴുവൻ ഞങ്ങളുടെ മക്കളാണ്. അവർക്കായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവർ പോയാൽ എല്ലാം പോയി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കാവലും മധ്യസ്ഥതയും നമുക്ക് കോട്ടയായിരിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹീതമാക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ.